Welcome back to our online class. In this class, we are going to analyze. There is an extract in our plus one textbook titled Abe's First Speech. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് പ്ലസ് വൺ ഇംഗ്ലീഷ് ടെക്സ്റ്റ് ബുക്കിലെ ഫസ്റ്റ് യൂണിറ്റിൻ്റെ തുടക്കത്തിൽ ഒരു ചെറിയ എക്സ്ട്രാക്റ്റ് ഉണ്ട്. ഇറ്റ് ഈസ് ടൈറ്റിൽ ഈസ് ഏബ്സ് ഫസ്റ്റ് സ്പീച്ച്. ഏബിൻ്റെ ഫസ്റ്റ് സ്പീച്ച്. ആൻഡ് വി നോ ദാറ്റ് ഇറ്റ് ഈസ് അബൌട്ട് അബ്രഹാം ലിങ്കണെ കുറിച്ചുള്ള ഒരു ചെറിയ എക്സ്ട്രാക്റ്റ് ആണ്. ബിഫോർ ഗോയിങ് ടു ദാറ്റ് എക്സ്ട്രാക്റ്റ്, let us have a look to our English textbook. In our plus one English textbook, we can see that there are 6 units. 6 യൂണിറ്റ് ആണ് പ്ലസ് വൺ ഇംഗ്ലീഷ് ടെക്സ്റ്റ് ബുക്കിൽ നമുക്ക് പഠിക്കാനുള്ളത്. ദ ടൈറ്റിൽ ഓഫ് ഫസ്റ്റ് യൂണിറ്റ് ഈസ് ഗ്ലിംസസ് ഓഫ് ഗ്രേറ്റ്നസ്. ആൻഡ് ദിസ് യൂണിറ്റ് കണ്ടെയ്ൻസ് 4 chapters. First chapter is His First Flight. That is a story written by Liam of Flaherty. And second chapter is Dr. APJ Abdul Kalam's speech. Its title is I Will Fly. And third chapter is a biography written by Kitty Gale Ferguson. It is a biography of Stephen Hawking. And the last chapter in our first unit is there is a poem written by Rudyard Kipling. The title of the poem is Eve. And second unit നമ്മൾ നോക്കുമ്പോൾ it is title is Words and Deeds എന്നാണ് സെക്കൻഡ് യൂണിറ്റിൻ്റെ ടൈറ്റിൽ. അതിൽ ഫസ്റ്റ് വരുന്നത് ജവഹർലാൽ നെഹ്റുവിൻ്റെ ബുക്കിൽ നിന്ന് എടുത്ത ദ ഡിസ്കവറി ഓഫ് ഇന്ത്യ എന്ന ബുക്കിൽ നിന്ന് എടുത്ത ഒരു ചെറിയ എക്സ്ട്രാക്റ്റാണ് നമുക്ക് പഠിക്കാനുള്ളത്. ആൻഡ് ദെൻ ഗാന്ധി കെയിം. ആൻഡ് സെക്കൻഡ് ചാപ്റ്റർ ഇൻ സെക്കൻഡ് യൂണിറ്റ് ഈസ് ദ പ്രൈസ് ഓഫ് ഫ്ലവേഴ്സ് റിട്ടൺ ബൈ പ്രഭാത് കുമാർ മുഖോപാധ്യായ്. ആൻഡ് സെക്കൻഡ് യൂണിറ്റിലെ ലാസ്റ്റ് പോയമാണ് ഡെത്ത് ദ ലെവലർ. നെക്സ്റ്റ് തേർഡ് യൂണിറ്റ് കണ്ടെയ്ൻസ് 3 chapters. സൺറൈസ് ഓൺ ദി ഹിൽസ്, എ poem by H.W. Longfellow. And second chapter in third unit is the Trip of Lehola. It is a travelogue by Gady Maupassant. And third, The Sacred Turtles of Kadau, that is a Fijian legend. And listen to fourth unit എന്ന് പറയുന്നത് Braving the Hazard. The title of the unit is Braving the Hazard. This unit contains 3 chapters. Disasters and Disaster Management in India. That is an article written by Anjana Majumdar. Next, a story. The title of the chapter is The Sarang of Ranaganji. It is a story written by Dr. A.J. Cronin. And next, a poem written by Benjamin Peckett. The title of the poem is The Wreck of Titanic. And fifth unit, it is title is Harmony of Life എന്നാണ് ഫിഫ്ത്ത് യൂണിറ്റിൻ്റെ ടൈറ്റിൽ. അതിൽ 3 chapters ആണ് വരുന്നത്. ഗൂസ്ബറീസ്, ദാറ്റ് ഈസ് എ സ്റ്റോറി റിട്ടൺ ബൈ ആൻറ്റൺ ചെക്കോ. Next, a poem by William Wordsworth. The title of the poem is To Sleep. And next, an article, Going Out for a Walk. That is an article written by Max Beebohm. And next, unit 6, Leaps and Bounds. This unit contains 3 chapters. The Cyberspace, that is an article written by Esther Dyson. Is Society Dead? An essay written by Andrew Sullivan. And Conceptual Fruit, that is a story written by Thaisa Frank. ഇത്രയാണ് പ്ലസ് വൺ ടെക്സ്റ്റ് ബുക്ക് അനലൈസ് ചെയ്യുമ്പോൾ നമുക്ക് പഠിക്കാനുള്ള ചാപ്റ്റർ. അപ്പോൾ ഒന്നും കൂടി നോക്കാം. ദർ ആർ 6 യൂണിറ്റ്, 6 യൂണിറ്റ് ഉണ്ട്. ഓരോ യൂണിറ്റും വ്യത്യസ്ത ചാപ്റ്റേഴ്സ് ആയിട്ട് സബ് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. നൗ ലിസൺ ടു ഫസ്റ്റ് യൂണിറ്റ്. ദ ടൈറ്റിൽ ഓഫ് ഫസ്റ്റ് യൂണിറ്റ് ഈസ് ഗ്ലിംസസ് ഓഫ് ഗ്രേറ്റ്നസ്. വാട്ട് യു മീൻ ബൈ ദ ടൈറ്റിൽ ഗ്ലിംസസ് ഓഫ് ഗ്രേറ്റ്നസ്? ഗ്രേറ്റ്നസ്സിൻ്റെ, മഹത്വത്തിൻ്റെ ദർശനങ്ങൾ എന്നാണ് ഫസ്റ്റ് യൂണിറ്റിൻ്റെ മീനിങ്, അതിൻ്റെ ടൈറ്റിലിൻ്റെ മീനിങ്. ശ്രദ്ധിക്കുക, ദിസ് യൂണിറ്റ് കണ്ടെയ്ൻസ് ദ ക്വാളിറ്റീസ് ദാറ്റ് ലെഡ് ടു അസ് ടു ഗ്രേറ്റ്നസ്. ഈ യൂണിറ്റ് ചർച്ച ചെയ്യുന്നത് ഗ്രേറ്റ്നസ്സിലേക്ക് നമ്മെ നയിക്കുന്ന ക്വാളിറ്റീസാണ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ഈ യൂണിറ്റിൽ 4 chapters ആണുള്ളത്. ഫസ്റ്റ് നമ്മൾ പറഞ്ഞു ദർ ഈസ് എ സ്റ്റോറി റിട്ടൺ ബൈ ലിയാം ഓഫ് ഫ്ലാഹർട്ടി, ഹിസ് ഫസ്റ്റ് ഫ്ലൈറ്റ്. ദെൻ ഡോക്ടർ കലാംസ് സ്പീച്ച്. Then third chapter, Question for a Theory of Everything. Last, there is a poem written by Rudyard Kipling. The title of the poem is Eve. Before beginning the chapter, let us have a look to the beginning of this unit, Glimpses of Greatness. In the beginning of this unit, we can see that there is a quotation by Winston Churchill. വിൻസ്റ്റൺ ചർച്ചിലിൻ്റെ ഒരു കൊട്ടേഷൻ നമുക്ക് ഈ യൂണിറ്റിൻ്റെ തുടക്കത്തിൽ കാണാം. ലിസൺ, സക്സസ് ഈസ് നോട്ട് ഫൈനൽ, ഫെയിലർ ഈസ് നോട്ട് ഫേറ്റൽ, ഇറ്റ് ഈസ് ദ കറേജ് ടു കണ്ടിന്യൂ ദാറ്റ് കൗണ്ട്. വാട്ട് യു മീൻ ബൈ ദാറ്റ് കൊട്ടേഷൻ? സക്സസ് ഈസ് നോട്ട് ഫൈനൽ, വിജയം എന്നത് ഫൈനൽ അല്ല, അതൊരു അന്തിമമല്ല. ഫെയിലർ ഈസ് നോട്ട് ഫേറ്റൽ, അതുപോലെ പരാജയം എന്നത് എല്ലാത്തിൻ്റെയും അവസാനവുമല്ല. ഇറ്റ് ഈസ് ദ കറേജ് ടു കണ്ടിന്യൂ ദാറ്റ് കൗണ്ട്,
അതിനെ മറികടക്കാനുള്ള ധൈര്യമാണ് നമുക്ക് വേണ്ടത് എന്നാണ് ഈ കൊട്ടേഷനിലൂടെ വിൻസ്റ്റൺ ചർച്ചിൽ പറയുന്നത്. ദാറ്റ് മീൻസ് പരാജയത്തെ മറികടന്ന് വിജയത്തിലേക്ക് കുതിക്കാനുള്ള ധൈര്യമുണ്ടാവുമ്പോഴാണ് നമ്മൾ ഗ്രേറ്റ്നെസ്സിലേക്ക് എത്തുന്നത് എന്നാണ് വിൻസ്റ്റൺ ചർച്ചിൽ ഈ കൊട്ടേഷനിലൂടെ പറയുന്നത്. സോ ദിസ് യൂണിറ്റ് കണ്ടെയ്ൻസ് സം ക്വാളിറ്റീസ് ദാറ്റ് ലീഡ് ടു അസ് ടു സക്സസ്. നമ്മളെ സക്സസ്സിലേക്ക് നയിക്കാനുള്ള ക്വാളിറ്റീസിനെ കുറിച്ചാണ് ഈ ചാപ്റ്റർ ഡിസ്കസ് ചെയ്യുന്നത്. ദെൻ നെക്സ്റ്റ് പേജിൽ എൻട്രി ആക്ടിവിറ്റി, ഈ ചാപ്റ്ററിൻ്റെ തുടക്കത്തിൽ ഒരു എൻട്രി ആക്ടിവിറ്റീസ് ഉണ്ട്. അതിൽ നമുക്ക് കാണാം ഗ്രേറ്റ്നെസ്സിലേക്ക് നയിക്കുന്ന പ്രധാനപ്പെട്ട ക്വാളിറ്റീസ് എന്തൊക്കെയാണെന്നാണ് ചോദിക്കുന്നത്. അവിടെ 2 എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. ഹാർഡ് വർക്ക് വേണം, പേഴ്സിവറൻസ് വേണം. വാട്ട് യു മീൻ ബൈ പേഴ്സിവറൻസ്? കണ്ടിന്യൂസ് എഫേർട്ടിനാണ്, നിരന്തര പരിശ്രമത്തിനാണ് പേഴ്സിവറൻസ് എന്ന് പറയുന്നത്. അതുപോലെ മറ്റെന്തൊക്കെ ക്വാളിറ്റീസ് ഉണ്ട് നിങ്ങൾക്ക് അവിടെ ഫില്ല് ചെയ്യാം. ഓപ്റ്റിമിസം. വാട്ട് യു മീൻ ബൈ ഓപ്റ്റിമിസം? ശുഭാപ്തി വിശ്വാസം വേണം. ഗ്രേറ്റ്നെസ്സിലേക്ക് എത്താൻ നമുക്ക് ശുഭാപ്തി വിശ്വാസം വേണം. കോൺഫിഡൻസ് വേണം, കറേജ് വേണം, ഡിറ്റർമിനേഷൻ വേണം. വാട്ട് യു മീൻ ബൈ ഡിറ്റർമിനേഷൻ? ഉറച്ച തീരുമാനം വേണം. അപ്പോൾ ഇതൊക്കെ നമ്മളെ വിജയത്തിലേക്ക്, ഗ്രേറ്റ്നെസ്സിലേക്ക് നയിക്കാൻ, മഹത്വത്തിലേക്ക് നയിക്കുന്ന ക്വാളിറ്റീസാണ്. നൗ ലിസൺ ടു an extract in the beginning of this chapter. It is titled is Abe's first speech. ഇനി നമുക്ക് ഈ ചാപ്റ്ററിൻ്റെ തുടക്കത്തിൽ ചെറിയൊരു എക്സ്ട്രാക്റ്റ് ഉണ്ട്. ഏബ്സ് ഫസ്റ്റ് സ്പീച്ച് എന്നാണ് അതിൻ്റെ ടൈറ്റിൽ. ലിസൺ ടു ദാറ്റ്. ഏബ്സ് ഫസ്റ്റ് സ്പീച്ച്. ഹിയർ ഏബ് മീൻസ് എബ്രഹാം ലിങ്കൺ ആണ്. എബ്രഹാം ലിങ്കണെ സൂചിപ്പിക്കാനാണ്. അദ്ദേഹത്തിൻ്റെ ചൈൽഡ്ഹുഡ് നെയിമാണ് ഏബ്. സോ ഏബ്സ് ഫസ്റ്റ് സ്പീച്ച് ഇതിൽ പറയുന്നത് എബ്രഹാം ലിങ്കൺ, വി നോ ദാറ്റ് എബ്രഹാം ലിങ്കൺ വാസ് എ ഫേമസ് ഒറേറ്റർ. എബ്രഹാം ലിങ്കൺ ഫേമസ് ഒറേറ്ററാണ്, ഒരു അറിയപ്പെടുന്ന പ്രാസംഗികനായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഫസ്റ്റ് എക്സ്പീരിയൻസ്, അദ്ദേഹം നടത്തിയ ഫസ്റ്റ് സ്പീച്ചിനെ കുറിച്ചാണ് ഈ ഭാഗത്ത് ഡിസ്കസ് ചെയ്യുന്നത്. നൗ ലിസൺ ടു ഫസ്റ്റ് പാരഗ്രാഫ്. ഏബ് മെയ്ഡ് ഹിസ് ഫസ്റ്റ് സ്പീച്ച് വെൻ ഹി വാസ് എ ബോയ്, ഗോയിങ് barefoot, his trousers held up by one suspender, and his shock of hair sticking through a hole in the crown of his cheap straw hat. In the first paragraph, we can see that Abe made his first speech when he was a boy. Abe അവൻ്റെ ഫസ്റ്റ് സ്പീച്ച് നടത്തുന്നത് when he was a boy. അവനൊരു കുട്ടിയായിരിക്കുന്ന സമയത്താണ് ഏബ് ഫസ്റ്റായിട്ട് അവൻ്റെ സ്പീച്ച് നടത്തുന്നത്. അവൻ്റെ അപ്പിയറൻസ് ആണ് നെക്സ്റ്റ് പറയുന്നത്. ഗോയിങ് barefoot. അവനെന്താ barefoot, ചെരുപ്പോ ഷൂ ഒന്നും ധരിച്ചിട്ടില്ല. ഹിസ് ട്രൗസേഴ്സ് ഹെൽഡ് അപ്പ് ബൈ വൺ സസ്പെൻഡർ. അവൻ്റെ ട്രൗസേഴ്സൊക്കെ എന്താ അങ്ങേയറ്റം മുഷിഞ്ഞതാണ്, അത് പൊട്ടിയിട്ടുണ്ട്. ആൻഡ് ഹിസ് ഷോക്ക് ഓഫ് ഹെയർ സ്റ്റിക്കിംഗ് ത്രൂ എ ഹോൾ ഇൻ ദ ക്രൗൺ ഓഫ് ഹിസ് ചീപ്പ് സ്ട്രോ ഹാറ്റ്. അവൻ ധരിച്ചിട്ടുള്ള എന്താ, ഒരു ചീപ്പ് സ്ട്രോ ഹാറ്റാണ്, വില കുറഞ്ഞ സ്ട്രോ കൊണ്ട് ഉണ്ടാക്കിയ ഹാറ്റാണ്. അതിലൊരു ഹോളും ഉണ്ട്, അപ്പോൾ അതും കീറിയതാണ്. അതിലൂടെ അവൻ്റെ ഹെയറൊക്കെ കാണുന്നുണ്ട്. സോ ഇൻ ദ ഫസ്റ്റ് പാരഗ്രാഫ് വി ക്യാൻ അണ്ടർസ്റ്റാൻഡ് ദാറ്റ് ഏബ്സ് അപ്പിയറൻസ് വാസ് വെരി ബാഡ്. അല്ലേ, ഏബിൻ്റെ അപ്പിയറൻസ് പറയുന്നത് വളരെ ബാഡാണ്. അവൻ്റെ ഡ്രസ്സൊന്നും എന്തല്ല, അത്ര അട്രാക്റ്റീവ് അല്ല. Then listen to second paragraph. Abe, in the company with his rail-splitting companion Dennis Hanks, attended a political meeting which was addressed by a typical stump speaker, one of those loud-voiced fellow who shouted at the top of his voice and waved his arms wildly. Abe, in the company with his rail-splitting companion Dennis Hanks. അപ്പോൾ ഏബും അവൻ്റെ റെയിൽ സ്പ്ലിറ്റിംഗ് കമ്പാനിയൻ, അവൻ്റെ ഫ്രണ്ടായിട്ടുള്ള ഡെന്നിസ് ഹാങ്സും. എങ്ങനത്തെ ഫ്രണ്ടാണ്? റെയിൽ സ്പ്ലിറ്റിംഗ് കമ്പാനിയൻ എന്നാണ് പറയുന്നത്. രണ്ടുപേരും എന്ത് ചെയ്തിരുന്നു? റെയിൽ സ്പ്ലിറ്റിംഗ് എന്ന് പറയുന്ന റെയിൽവേക്ക് വേണ്ടിയിട്ട് മരങ്ങൾ മുറിച്ചു കൊടുക്കുന്ന ജോലിയായിരുന്നു ഇവർ ചെയ്തിരുന്നത്. അപ്പോൾ ആ റെയിൽ സ്പ്ലിറ്റിംഗ് കമ്പാനിയൻ്റെ കൂടെയാണ് അബ്രഹാം ലിങ്കൺ പോകുന്നത്. എങ്ങോട്ടാണ് പോകുന്നത്? അറ്റൻഡഡ് എ പൊളിറ്റിക്കൽ മീറ്റിംഗ്. ഒരു പൊളിറ്റിക്കൽ മീറ്റിങ്ങിൽ രണ്ടുപേരും പങ്കെടുത്തു. വിച്ച് വാസ് അഡ്രസ്ഡ് ബൈ എ ടിപ്പിക്കൽ സ്റ്റംപ് സ്പീക്കർ. ആ പൊളിറ്റിക്കൽ മീറ്റിങ്ങിൽ അഡ്രസ്സ് ചെയ്തിരുന്ന, പ്രസംഗിച്ചിരുന്ന ആളെന്ന് പറയുന്നത് സ്റ്റംപ് സ്പീക്കറാണ്. വാട്ട് യു മീൻ ബൈ സ്റ്റംപ് സ്പീക്കർ? ദാറ്റ് മീൻസ് താഴെ കൊടുത്തിട്ടുണ്ട് അതിൻ്റെ എക്സ്പ്ലനേഷൻ. അതായത് പഴയ കാലത്ത് വളരെ ഉച്ചത്തിൽ ഒരു മരത്തിൻ്റെയൊക്കെ മുകളിൽ കയറി നിന്നിട്ട്, മരത്തിൻ്റെ ഒരു പീസൊക്കെ ഇട്ടിട്ട് അതിൻ്റെ മുകളിൽ കയറി നിന്നിട്ടാണ് ആളുകൾ പ്രസംഗിച്ചിരുന്നത് സ്റ്റേജിന് പകരം. അപ്പോൾ കുറച്ചൊരു ഉയരത്തിൽ കയറി നിന്നിട്ട് പ്രസംഗിക്കായിരുന്നു അന്നത്തെ പൊളിറ്റിക്കൽ മീറ്റിങ്ങിലൊക്കെ ചെയ്തിരുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള ആളുകളുടെ പ്രത്യേകത എന്താ? ദേ ഹാഡ് എ ലൗഡ് വോയിസ്. നല്ല ഉച്ചത്തിൽ ആണ് അവർ സംസാരിക്കുക. അതായത് മൈക്രോഫോണൊന്നും ഉണ്ടാവില്ല. അപ്പം ചെറിയൊരു മരത്തിൻ്റെ മുട്ടിയിൽ കയറിയിട്ടാണ് ഇവർ സംസാരിക്കുക. അപ്പോൾ അങ്ങനത്തെ ഒരു പൊളിറ്റിക്കൽ സ്റ്റംപ് സ്പീക്കറുടെ പ്രസംഗമാണ് ഇവർ കേൾക്കാൻ വേണ്ടി പോയത്.
അദ്ദേഹത്തിൻ്റെ പ്രത്യേകത എന്താ? വൺ ഓഫ് ദോസ് ലൗഡ് വോയിസ്ഡ് ഫെല്ലോ, ലൗഡ് വോയിസ് ഉണ്ട്, ഹു ഷൗട്ടഡ് അറ്റ് ദ ടോപ്പ് ഓഫ് ഹിസ് വോയിസ് ആൻഡ് വേവ്ഡ് ഹിസ് ആംസ് വൈൽഡ്ലി. ഈ സ്റ്റംപ് സ്പീക്കർ സംസാരിക്കുന്ന സമയത്ത് വളരെ ഉച്ചത്തിലാണ് പ്രസംഗിക്കുന്നത്, മാത്രമല്ല സംസാരിക്കുന്ന സമയത്ത് കൈയൊക്കെ വേവ് ചെയ്യുന്നുണ്ട്. അറ്റ് ദ കൺക്ലൂഷൻ ഓഫ് ദ സ്പീച്ച് which did not meet the voice either of Abe or Dennis. The latter declared that Abe could make a better speech than that, whereupon he got a dry goods box and called on Abe to reply to the campaign orator. At the conclusion of the speech, ഈ സ്പീച്ച് അവസാനിച്ചപ്പോൾ which did not meet the views either of Abe or Dennis, ഏബിൻ്റെയോ അല്ലെങ്കിൽ ഡെന്നിസിൻ്റെയോ കാഴ്ചപ്പാടിനോട് യോജിക്കുന്ന തരത്തിലായിരുന്നില്ല അദ്ദേഹത്തിൻ്റെ സംസാരം. സോ ഡെന്നിസ് ഹാങ്സ് എന്ത് ചെയ്തു? ഹി ഡിക്ലെയർഡ് ദാറ്റ് ഏബ് കുഡ് മേക്ക് എ ബെറ്റർ സ്പീച്ച് ദാൻ ദാറ്റ്. ഡെന്നിസ് ഹാങ്സ് ഏബിനോട് പറയാണ്, അയാളെക്കാളും മികച്ചൊരു പ്രസംഗം നടത്താൻ ഏബിന് സാധിക്കും. വേർ അപ്പോൺ ഹി ഗോട്ട് എ ഡ്രൈ ഗുഡ്സ് ബോക്സ് ആൻഡ് കാൾഡ് ഓൺ ഏബ് ടു റീപ്ലേ ടു ദ ക്യാമ്പയിൻ ഒറേറ്റർ. ഡെന്നിസ് ഹാങ്സ് പെട്ടെന്ന് ഒരു ഡ്രൈ ഗുഡ്സ് ബോക്സ് ഒക്കെ അറേഞ്ച് ചെയ്തിട്ട് അതിന് മുകളിൽ കയറി നിന്നിട്ട് ഏബിനോട് നേരത്തെ പ്രസംഗിച്ച ആൾക്ക് ഒരു മറുപടി കൊടുക്കാൻ വേണ്ടി ആവശ്യപ്പെടുകയാണ്. അപ്പോൾ ശ്രദ്ധിക്കുക, ഡെന്നിസ് ഹാങ്സ് ആണ് അബ്രഹാം ലിങ്കണ് കോൺഫിഡൻസ് കൊടുക്കുന്നത്, ഒരു പ്രസംഗം നടത്താൻ, ഫസ്റ്റായിട്ട് ഒരു പ്രസംഗം നടത്താനുള്ള കോൺഫിഡൻസ് കൊടുക്കുന്നത്. ലിറ്റിൽ ഏബ് ത്രൂ ഹിസ് ഓൾഡ് സ്ട്രോ ഹാറ്റ് ഓൺ ദ ഗ്രൗണ്ട് ആൻഡ് മൗണ്ടിങ് ദ ഡ്രൈ ഗുഡ്സ് ബോക്സ് ഡെലിവേർഡ് എ സ്പീച്ച് വിച്ച് ഹെൽഡ് ദ അറ്റൻഷൻ ഓഫ് ദ ക്രൗഡ് ആൻഡ് won him considerable applause. Even the campaign orator admitted that it was a fine speech and answered every point in his own oration. ലിറ്റിൽ ഏബ്, നമുക്കറിയാം ഏബിൻ്റെ അപ്പിയറൻസ് ഒക്കെ വളരെ മോശമായിരുന്നു, അവൻ്റെ ഡ്രസ്സിംഗ് ഒക്കെ വളരെ വില കുറഞ്ഞതാണ്, കീറിയ ഡ്രസ്സായിരുന്നു, മുഷിഞ്ഞതായിരുന്നു. ബട്ട് ഏബ് അതൊന്നും മൈൻഡ് ചെയ്യാതെ എന്ത് ചെയ്തു? ലിറ്റിൽ ഏബ് ത്രൂ ഹിസ് ഓൾഡ് സ്ട്രോ ഹാറ്റ് ഓൺ ദ ഗ്രൗണ്ട് ആൻഡ് മൗണ്ടിങ് ദ ഡ്രൈ ഗുഡ്സ് ബോക്സ്, അവൻ ആ ഡ്രൈ ഗുഡ്സ് ബോക്സിൻ്റെ മുകളിൽ കയറാണ്. ഡെലിവേർഡ് എ സ്പീച്ച് വിച്ച് ഹെൽഡ് ദ അറ്റൻഷൻ ഓഫ് ദ ക്രൗഡ് ആൻഡ് ഹി ഡെലിവേർഡ് എ സ്പീച്ച്, ഒരു നല്ല സ്പീച്ച് നടത്തുകയാണ്. ദാറ്റ് സ്പീച്ച് അട്രാക്റ്റഡ് ദ അറ്റൻഷൻ ഓഫ് ദ ക്രൗഡ്. ആ സ്പീച്ച് എന്ത് ചെയ്തു? ക്രൗഡിൻ്റെ അറ്റൻഷൻ, ശ്രദ്ധയൊക്കെ ക്ഷണിക്കുകയാണ്. ആൻഡ് won him considerable applause, ആളുകൾ അവന് നല്ലൊരു കയ്യടിയും കൊടുത്തു. ഈവൺ ദ ക്യാമ്പയിൻ ഒറേറ്റർ അഡ്മിറ്റഡ് ദാറ്റ് ഇറ്റ് വാസ് എ ഫൈൻ സ്പീച്ച് ആൻഡ് ആൻസേർഡ് എവറി പോയിന്റ് ഇൻ ഹിസ് ഓൺ ഒറേഷൻ. ക്യാമ്പയിൻ ഒറേറ്ററും നേരത്തെ പ്രസംഗിച്ച ആൾ വരെ എന്ത് ചെയ്തു? അയാളെക്കാളും നന്നായിട്ടാണ് ഏബ് പ്രസംഗിച്ചത് എന്ന് അംഗീകരിക്കുകയാണ്. മാത്രമല്ല അദ്ദേഹം ചോദിച്ച ചോദ്യങ്ങൾക്കൊക്കെ ഏബിൻ്റെ പ്രസംഗത്തിൽ മറുപടി ഉണ്ട് എന്നും അംഗീകാരം കൊടുക്കുകയാണ്. ഡെന്നിസ് ഹാങ്സ് ഹു തോട്ട് ഏബ് വാസ് ദ ഗ്രേറ്റസ്റ്റ് മാൻ ഹു എവർ ലീവ്ഡ്. ഡെന്നിസ് ഹാങ്സ് ആണ് ഏബിലുള്ള കഴിവ് തിരിച്ചറിഞ്ഞത്. ഹി തോട്ട് ദാറ്റ് ഏബ് വാസ് എ ഗ്രേറ്റസ്റ്റ് മാൻ ഹു എവർ ലീവ്ഡ്, വാസ് ഡിലൈറ്റഡ് and he often spoke how young Abe got the better of the trained campaign speaker. എങ്ങനെയാണ് ഏബ് ഒരു ട്രെയിൻഡ് ഒറേറ്റർ ആയത് എന്ന് ഡെന്നിസ് ഹാങ്സ് ഇടയ്ക്കിടയ്ക്ക് പറയാറുണ്ടായിരുന്നു. ദാറ്റ് മീൻസ് ഡെന്നിസ് ഹാങ്സ് ഈസ് ദ മോട്ടിവേറ്റർ ഓഫ് ഏബ്. ഏബിൻ്റെ ഒരു മോട്ടിവേറ്റർ ആയിരുന്നു, ഏബിന് കോൺഫിഡൻസ് കൊടുത്ത വ്യക്തിയായിരുന്നു ഡെന്നിസ് ഹാങ്സ്. മാത്രമല്ല ഏബിലുള്ള കഴിവ് തിരിച്ച് അറിഞ്ഞ ആളും കൂടിയാണ് ഡെന്നിസ് ഹാങ്സ്. സോ ഈ ഒരു എക്സ്ട്രാക്റ്റിലൂടെ എന്താണ് പറയുന്നത്? വിജയത്തിലേക്ക് എത്തണമെങ്കിൽ നമുക്ക് മോട്ടിവേഷൻ വേണം. നമ്മെ മോട്ടിവേറ്റ് ചെയ്യുന്ന ഒരു വ്യക്തി നമുക്ക് പിറകിലുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ വിജയത്തിലെത്തുമെന്നാണ് ഈ ചെറിയ എക്സ്ട്രാക്റ്റ് നമ്മോട് പറയുന്നത്. സോ ഇന്നത്തെ ക്ലാസ് എനിക്ക് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ചെയ്തത് +1 ടെക്സ്റ്റ് ബുക്ക് ജസ്റ്റ് ഒന്ന് പരിചയപ്പെട്ടു, അതിലെ പ്രധാനപ്പെട്ട ചാപ്റ്റേഴ്സ് ഒന്ന് പരിചയപ്പെട്ടു, അതുപോലെ അതിൻ്റെ എൻട്രി ആക്ടിവിറ്റി ആയിട്ടുള്ള ചെറിയൊരു ഏരിയയാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. സോ നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് വീണ്ടും കാണാം. Thank you all.